നമ്മളുടെ ഈ റോഡ് സൈഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് സ്പീഡ് ഈസ് എ ത്രിൽ ബട്ട് കിൽ എന്ന്. പക്ഷേ ഇതൊന്നും ആരും വകവെക്കുന്നില്ല. ഈ 25 വയസ്സിൽ താഴെയുള്ള എത്രയോ പേര് നമ്മളുടെ ഈ നാട്ടിൽ ഈ ഇതുപോലെ ആക്സിഡൻറ്റിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നു. പക്ഷെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു അശ്രദ്ധ മതി. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂർ പോലീസ് സ്റ്റേഷനിലാണ്. എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ ബൈക്ക് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം അടൂർ ബൈപ്പാസിൽ വെച്ച് ഒരു ബെൻസ് കാറുമായിട്ട് കൂട്ടിയിടിച്ചൊരു ബൈക്കാണിത്. ഇതിൽ സഞ്ചരിച്ചിരുന്ന ചെറുപ്പക്കാരായ 23 26 വയസ്സുള്ള 2 ചെറുപ്പക്കാരായ യുവാക്കൾ മരണപ്പെടുകയുണ്ടായി. നിങ്ങൾ നോക്കൂ, നല്ല വില കൂടിയ ഏകദേശം ഒരു 2000-3000 രൂപയിൽ കൂടുതൽ വിലയുള്ള ഹെൽമറ്റ് ഒക്കെ ധരിച്ച് വളരെ സേഫായിട്ട് ഓടിച്ച ഒരു 2 കുട്ടികളാണ് മരണപ്പെട്ടത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരുപാട് അടുത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് അമിത വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഈ കുട്ടികളെ. ഏകദേശം ഒരു 25-26 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇത്രത്തോളം വേഗതയിൽ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും അവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളുടെ ഈ റോഡ് സൈഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് സ്പീഡ് ഈസ് എ ത്രിൽ ബട്ട് കിൽ എന്ന്. പക്ഷേ ഇതൊന്നും ആരും വകവെക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 ചെറുപ്പക്കാർ, ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട 2 ചെറുപ്പക്കാരാണ് അടൂർ ബൈപ്പാസിൽ ദാരുണമായി മരണപ്പെട്ടു പോയത്. ഈ ബൈക്ക് തന്നെ ഏകദേശം നല്ല വില കൂടിയ ഒരു ബൈക്കാണ്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ഒരു ചെറിയ സംഭവമുള്ളൂ. അമിത വേഗത തന്നെയാണ് ഇതിന് കാരണം. നമ്മൾ എത്രയോ സംഭവങ്ങൾ ഡെയിലി കാണുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ മാതാപിതാക്കളോടാണ്. ഈ പറയുന്ന ചെറുപ്പക്കാരിപ്പം ഒരു +1 +2 ഒക്കെ കഴിയുമ്പം തന്നെ കുട്ടികൾ വളരെ നിർബന്ധത്തിലാണ്, എനിക്ക് ബൈക്ക് എടുത്തു തരണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു 10ാം ക്ലാസ് +2 ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്ന സൈക്കിളായിരുന്നു. സൈക്കിൾ എന്ന് പറയുന്ന ലോകം ഇപ്പോൾ ഇല്ല. ഈ പറയുന്ന ചെറിയ കുട്ടികൾ പോലും ഈ പറയുന്ന 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് പോലും ആക്റ്റീവ ഓടിച്ച് പഠിക്കുകയാണ്. ആക്റ്റീവയായിട്ട് പോകുന്ന ഒട്ടനവധി കുട്ടികളെ കണ്ടിട്ടുണ്ട്. ചെറിയ പിള്ളേർ നമ്മുടെ മെയിൻ റോഡിലല്ലാതെ ഇടവഴികളിലും റോഡിലും ഒക്കെ ഇവർ വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ചായിരിക്കാം ചിലപ്പോൾ ഈ താക്കോൽ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു അശ്രദ്ധ മതി. ഈ കുട്ടികൾ, ഇവർക്ക് നല്ല രസമാണ്. ഈ കൈയൊക്കെ കൊടുത്ത് നല്ല സ്പീഡിൽ പോകുമ്പം അവർക്കൊരു രസവും ഒരു ഹരവുമാണ്. അപ്പം ഈ 25 വയസ്സിൽ താഴെയുള്ള എത്രയോ പേര് നമ്മളുടെ ഈ നാട്ടിൽ ഈ ഇതുപോലെ ആക്സിഡൻറ്റിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നു. മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അവർക്ക് ഈ പറയുന്ന ബൈക്ക് വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ ഒരു സമയമുണ്ട്. അവരോടടുത്ത് പറയുക, നമ്മളുടെ ഈ പണം ഉണ്ടെങ്കിൽ പോലും നീ പഠിച്ച് കഷ്ടപ്പെട്ട് ഒരു ജോലി വാങ്ങിച്ചതിന് ശേഷം നീ ഒരു ബൈക്ക് വാങ്ങിന്. അല്ലെങ്കിൽ കൂടുതൽ പേരും ഇപ്പം കുട്ടികളുടെയൊക്കെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്യൂക്ക് വേണം, അല്ലെങ്കിൽ വലിയ വലിയ ബൈക്കുകൾ വേണം. 2-3 ലക്ഷം രൂപ വരെയുള്ള ബൈക്കുകളിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ കണ്ണ്. ഈ പറയുന്ന ഇപ്പം ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡറാണ്. അധികം സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. അധികം സ്പീഡിൽ പോയാൽ അതിന് കാറ്റ് പിടിക്കും, നമുക്കതൊരു പേടിയാണ്. പക്ഷേ കുട്ടികൾക്ക് അതൊന്നും പോരാ. ഇപ്പോൾ ഉള്ള ഒരു +2 കഴിഞ്ഞ കുട്ടി പെട്ടെന്ന് തന്നെയാണ് എല്ലാവരും 18 വയസ്സാകുമ്പോഴേ ലൈസൻസ് എടുക്കുക, ഒരു ബൈക്കും എടുക്കുക, ചീറിപ്പായുക. ഇപ്പം നമ്മുടെ അടൂർ ബൈപ്പാസിൽ തന്നെ ഞങ്ങൾ പല ആവർത്തി കണ്ടിട്ടുണ്ട് കുട്ടികളിങ്ങനെ ബൈക്കിൽ ചീറിപ്പാഞ്ഞു പോകുന്നത്. മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. നാളെയുടെ കുറേ തലമുറയുടെ വാഗ്ദാനങ്ങളാണ് ഈ റോഡിൽ മരണപ്പെട്ടു പോകുന്നത്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ ചെറിയ കുട്ടികളുടെ കാര്യം തന്നെ പറഞ്ഞു. അവരെന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ താക്കോൽ വീട്ടുകാരറിയത്തില്ല. നമ്മൾ ഈ ചെറിയ റോഡുകളിലൊക്കെ പോകുമ്പോൾ കൊച്ചു പിള്ളേർ 3-4 പേരെ, പണ്ട് നമ്മൾ ഫ്രണ്ടിലും പുറകിലും 2 പേരെ സൈക്കിളിൽ വെച്ച് പോകുന്ന പോലെയാണ് ഇപ്പോൾ ആക്റ്റീവയ്ക്കകത്തും സ്കൂട്ടറുകളിലും ഈ കുട്ടികൾ 2-3 പേരെ വെച്ചുകൊണ്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, അവർക്ക് പേടിക്കേണ്ട കാര്യം, ഈ ഇടവഴിയും ചെറിയ വഴികളിലൊന്നും പോലീസ് വരത്തില്ല എന്നുള്ള ധൈര്യത്തിൽ ഹെൽമെറ്റ് പോലും വെക്കാതെ ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികൾ എവിടെ പോകുന്നു, അല്ലെ അവർ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പം ഈ ആക്സിഡൻറ്റ് പറ്റിയ ഈ ബൈക്ക് എന്ന് പറയുന്ന വണ്ടി ഏതാണെന്ന് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ വലിയ CC കൂടിയ ഒരു ബൈക്കാണ്. ഈ വണ്ടിയുടെ സ്പീഡ് കാരണമാണ് ഇതിൻ്റെ ഫ്രണ്ട് വീല് നമ്മുടെ ഈ ബെൻസ് കാറിൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട്. അത്രയ്ക്ക് വളരെ സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ എത്ര സേഫ്റ്റിയാണെന്ന് പറയുന്നത്, എന്താണ് ഹെൽമെറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഹെൽമെറ്റ് വളരെ സേഫ്റ്റിയുള്ളൊരു ഹെൽമെറ്റാണ്. അത്യാവശ്യം നല്ല വിലയുള്ള നല്ലൊരു ഹെൽമെറ്റാണ്. പക്ഷേ പറഞ്ഞൊരു കാര്യമില്ല. കാര്യം ഓവർ സ്പീഡ് തന്നെയായിരുന്നു ഈ 2 യുവാക്കളുടെ മരണത്തിന് കാരണമാക്കിയെന്നാണ് ദൃക്സാക്ഷികളും നമ്മുടെ CCTV ഇതിലൊക്കെ പറയുന്നത്. ഇപ്പം തന്നെ ഇതുപോലുള്ള ഒട്ടനവധി ബൈക്കുകൾ നമ്മളുടെ വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ട് ഒറ്റ ഇടിയിൽ ഇത് ഫ്രണ്ട് തവിട് പൊടിയായിപ്പോയി. ഈ വില കൂടിയ ബൈക്കിൽ ചീറിപ്പായെന്ന എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളോട് പറയാൻ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ നല്ല സ്പീഡിൽ ആസ്വദിച്ച് പോകുന്നുണ്ട്. ഇപ്പം ഈ മരണപ്പെട്ടവർക്ക് പോലും അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അവരുടെ മാതാപിതാക്കളും
ഈ പറയുന്ന സഹോദരങ്ങളും കൂട്ടുകാരും ഒക്കെ അവരെ ഓർത്ത് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടായിരിക്കും. ഈ പറയുന്ന നിങ്ങൾ ഈ സ്പീഡിൽ പോകുന്ന കുട്ടികളെ നിങ്ങൾ ആലോചിക്കണം. എനിക്കും ഒരു ജീവിതമുണ്ട്, എനിക്കും ഒരു അച്ഛനുണ്ട്, എനിക്കൊരു അമ്മയുണ്ട്, എന്നെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു ഫാമിലി ഉണ്ട്, അല്ലെ എൻ്റെ കൂട്ടുകാരുണ്ട്. ഇവരെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ പോയി, പക്ഷേ അവരായിരിക്കും ലൈഫ് ലോങ് ഇതൊക്കെ അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ സ്പീഡിൽ പോകുന്നത്, സ്പീഡൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ത്രില്ലായിട്ട് തോന്നും, പക്ഷേ അതൊരു പ്രായത്തിൻ്റെയാണ്. കുറേ കൂടെ കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ വെറും ഒരു പ്രഹസനം മാത്രമായിരുന്നു എന്ന്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഈ കുട്ടികളും അല്ലെങ്കിൽ മാതാപിതാക്കളും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ദൈവത്തെ ഓർത്ത് സ്പീഡ് വേണം, ഒരു മിനിമം സ്പീഡിലൊക്കെ പോകണം. ഓവർ സ്പീഡിൽ പോയി നിങ്ങൾ മരണം വിളിച്ചു വരുത്തരുത് എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ.